നിർണായകമായ യോഗം തലസ്ഥാനത്ത് നടക്കുകയാണ്. UDF-ന്റെ കോൺഗ്രസിന്റെ MLA-മാരെല്ലാം ഇപ്പോൾ KPCC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെ യോഗം തുടങ്ങുകയാണ്. ACC നിരീക്ഷകരുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതിനെ പറ്റിയുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ്. നിലവിലിപ്പോൾ KC വേണുഗോപാലിനായിട്ടുള്ള പേരുകൾ കൂടുതൽ ശക്തമാകുന്നു. പുതിയ സമവാക്യങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് K സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വെക്കുന്നു. ആ സമവാക്യങ്ങൾ പ്രകാരം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ താൻ ഇല്ല എന്നുള്ള കാര്യം VD സതീശൻ വ്യക്തമാക്കുന്നു. കടുത്ത നിലപാട് VD സതീശൻ സ്വീകരിക്കുകയാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റൊന്നും വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് അദ്ദേഹവും എത്തുന്നു. ഇപ്പോൾ അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അവിടെ പാർലമെന്റ് പാർട്ടി യോഗം തുടങ്ങിയോ? അതെ, പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങിയിട്ടുണ്ട്. നിരീക്ഷകർ എത്തിയിട്ടുണ്ട്. MLA-മാർ, അതായത് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരും ഇന്ദിരാഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം ഒരു പൊതുചടങ്ങ് പോലെയാണ് നടക്കുന്നത്. അതായത് ACC നിരീക്ഷകർ MLA-മാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യും. അതിനുശേഷമാണ് MLA-മാരെ ഓരോരുത്തരെയായി വിളിച്ച് അവരുടെ അഭിപ്രായം, ആരാണ് നിങ്ങളുടെ നിയമസഭാ കക്ഷി നേതാവാകേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള അഭിപ്രായം ചോദിക്കും. അത് രേഖാമൂലം അവർ എഴുതിയെടുക്കും. അതിനുശേഷം വൈകിട്ട് വീണ്ടും നിയമസഭാ കക്ഷി യോഗം ചേരും. ആ യോഗത്തിൽ വെച്ച് ഒരു പ്രമേയം പാസ്സാക്കും. അതായത് നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം AICC അധ്യക്ഷൻ, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് വിട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കി AICC നിരീക്ഷകർ ഇവിടുന്ന് മടങ്ങും. അവർ ഇവിടുന്ന് മടങ്ങുന്നതിന് മുമ്പ് ഘടകകക്ഷി നേതാക്കളുമായിട്ട് കൂടി ചർച്ച നടത്തും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കാണുന്നുണ്ട്. അങ്ങനെ പാർട്ടി സംവിധാനത്തിൽപ്പെട്ട എല്ലാവരുടെയും, മുതിർന്ന നേതാക്കളുടെയും അതോടൊപ്പം തന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരുടെയും ഒക്കെ അഭിപ്രായം ആരാഞ്ഞ ശേഷം അത് കൃത്യമായി രേഖപ്പെടുത്തി അവർ ഡൽഹിക്ക് പോകും. ഡൽഹി പോയതിനു ശേഷം പാർട്ടി അധ്യക്ഷന് ഈ റിപ്പോർട്ട് കൈമാറും. പാർട്ടി അധ്യക്ഷൻ പിന്നെ സോണിയാഗാന്ധിയുമായിട്ടും രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് ഒരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. ഈ മണിക്കൂറിൽ ആകാംക്ഷ എന്ന് പറയുന്നത് ആർക്കായിരിക്കും, ആരെ നേതാവാക്കണമെന്നായിരിക്കും MLA-മാർ നിരീക്ഷകരോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ KC വേണുഗോപാൽ പക്ഷം തങ്ങൾക്ക് 45 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് പറയുന്നു. അതിപ്പോൾ 50-ലധികം MLA-മാരായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ VD സതീശൻ പക്ഷവും MLA-മാരുടെ പിന്തുണ അവകാശപ്പെടുന്നുണ്ട്. അവർ പറയുന്നത് ഈ AICC ജനറൽ സെക്രട്ടറി ദിവാദാസ് മുൻഷിയെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം MLA-മാരുടെ അഭിപ്രായം ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കും അനുകൂലമായി MLA-മാർ പ്രതികരിക്കും എന്ന ഒരു വിശ്വാസം VD സതീശൻ പക്ഷത്തുണ്ട്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് മുതിർന്ന നേതാവെന്ന നിലയിൽ തനിക്ക് നറുക്ക് വീഴും എന്ന് രമേശ് ചെന്നിത്തല വിശ്വസിക്കും. നമുക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്, 2011 മുതിർന്ന നേതാവെന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് താനാണ് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ തൻ്റെ പേര് മറ്റുള്ളവർ നിർദ്ദേശിക്കണം എന്ന ഒരു നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. എന്തായാലും 3 പേർക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. കാരണം ഇതൊരു അവസരമാണ്. പലരുടെയും വയസ്സൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഒരുപക്ഷെ അവസാനത്തെ അവസരമായിട്ടൊക്കെ കാണുന്നുണ്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ഈ അവസരം എന്തായാലും പാഴാക്കേണ്ടതില്ല. പരമാവധി ആ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുക.